ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 14. ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ. ശ്ലോകം 8. തമസ്ത്വജ്ഞാനജം വിദ്ധി മോഹനം സർവദേഹിനാം പ്രമാദാലസ്യ നിദ്രാഭി സ്തന്നിബധ്നാതി ഭാരത. വിവർത്തനം. ഭാരതപുത്ര, അജ്ഞാനജന്യമായ തമോ ഗുണമാകട്ടെ സർവശരീരികളെയും വ്യാമോഹിപ്പിക്കുന്നതാണ്. ഈ ഗുണത്തിൻ്റെ ഫലങ്ങളായ പ്രമാദം, അലസത, നിദ്ര എന്നിവ ബദ്ധജീവാത്മാവിനെ കുടുക്കിയിടുന്നു. ഭാവാർത്ഥം. ഇവിടെ തു എന്ന പദം പ്രത്യേകം ശ്രദ്ധേയമാണ്. ശരീരസ്ഥനായ ആത്മാവിൻ്റെ ഒരു പ്രത്യേക യോഗ്യതയാണ് ഈ തമോ ഗുണം എന്നതാണിതിൻ്റെ അർത്ഥം. സത്വഗുണത്തിന് നേരെ എതിരാണ് ഈ തമോ ഗുണം. സത്വഗുണത്തിലുള്ള ഒരാൾക്ക് ജ്ഞാനസമ്പാദനത്തിലൂടെ വിവേകം നേടാൻ കഴിയും. തമോ ഗുണ സ്വഭാവിക്ക് അസാധ്യമാണത്. തമോ ഗുണം ഉന്മാദത്തെ ഉളവാക്കുന്നു. ഉന്മത്തനായൊരാൾ കാര്യാകാര്യ വിവേചനത്തിന് ശക്തനല്ല. അയാൾ പുരോഗതിക്ക് പകരം അധോഗതി പ്രാപിക്കുന്നു. വസ്തു യാഥാത്മ്യജ്ഞാനാവരകം വിഭജ്യ യജ്ഞാനജനകം തമഃ എന്നാണ് വൈദിക സാഹിത്യം തമോ ഗുണത്തെ നിർവചിച്ചിട്ടുള്ളത്. തമോ ഗുണ ബാധിതനായവന് ഒന്നിൻ്റെയും യാഥാർത്ഥ്യം സ്പഷ്ടമാവാറില്ല. ഒരു ഉദാഹരണം. തൻ്റെ മുത്തച്ഛൻ മരിച്ചു. അതുകൊണ്ട് താനും മരിക്കുമെന്ന് ഏവർക്കും മനസ്സിലാക്കാവുന്നതേയുള്ളൂ. മനുഷ്യൻ നശ്വരനാണ്. അവന് പിറക്കുന്ന മക്കളും മരിച്ചുപോകും. മരണം സുനിശ്ചിതമാണ്. എന്നിട്ടും ആളുകൾ ഉന്മത്തരായതുപോലെ പണം വാരിക്കൂട്ടുന്നു. രാവും പകലും കഠിന പ്രയത്നം ചെയ്യുന്നു. ശാശ്വതനായ ആത്മാവിനെപ്പറ്റി ചിന്തിക്കുന്നതേയില്ല. ഉന്മാദം തന്നെയാണിത്. ഇങ്ങനെ ഉന്മാദം ബാധിച്ചവർ ആധ്യാത്മിക ജ്ഞാനമാർഗത്തിൽ പുരോഗമിക്കാൻ ഒട്ടും താൽപ്പര്യം കാണിക്കില്ല. ഇത്തരം ആളുകൾ അലസന്മാരാണ്. ആധ്യാത്മിക ജ്ഞാനസമ്പാദനത്തിനായുള്ള സത്സംഗത്തിന് ക്ഷണിച്ചാൽ പോലും അവർ അതിൽ വലിയ താൽപ്പര്യം കാണിക്കാറില്ല. രജോ ഗുണ സ്വഭാവികളെപ്പോലെ പരിശ്രമശീലരുമല്ല അവർ. ആവശ്യമുള്ളതിലേറെ ഉറങ്ങുന്നതാണ് തമോ ഗുണ ബാധിതരുടെ മറ്റൊരു ലക്ഷണം. മനുഷ്യന് ദിവസത്തിൽ 6 മണിക്കൂർ മാത്രമേ ഉറങ്ങേണ്ടതുള്ളൂ. എന്നാൽ തമോ ഗുണത്തിലുള്ള ഒരാൾ 10-12 മണിക്കൂർ ഉറങ്ങുന്നു. അയാൾ സദാ വിഷാദഗ്രസ്തനായും നിദ്രാലുവായും കാണപ്പെടും. ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ടവനുമായിരിക്കും. തമോ ഗുണബദ്ധനായ ഒരുവന്റെ ലക്ഷണങ്ങളാണിവ. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.